1996 പാകിസ്ഥാനിലുള്ള തബസ്സും ഖാൻ എന്ന സ്ത്രീ ഭർത്താവുമായി വേർപിരിഞ്ഞ ശേഷം തന്റെ മകനും മകളുമായി അമേരിക്ക ടെക്സസിലെ ഹോസ്റ്റൺ നഗരത്തിന് അതിർത്തിയിലാണ് താമസിക്കുന്നത്. തുടക്കത്തിൽ ഒരു വാടക വീട്ടിലാണ് താമസിച്ചത്. അതിനുശേഷം സ്വന്തമായി ഒരു വീട് വാങ്ങി. കുറച്ചു ദിവസത്തിൽ നല്ല ജോലി കിട്ടിയതുകൊണ്ട് ക്രെഡിറ്റ് കാർഡ്, കാർ സ്വന്തമായി വാങ്ങുകയും ഇതെല്ലാം അവരുടെ മക്കൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങുകയും ചെയ്തു. തന്റെ മകനായ ഡാനീസിനെ എങ്ങനെയെങ്കിലും ഒരു ഡോക്ടർ ആക്കണമെന്നുള്ളതാണ് ആ അമ്മയുടെ വലിയൊരു സ്വപ്നം. എന്നാൽ 2009 അമ്മയ്ക്ക് 47 വയസ്സ്. ആ സമയത്ത് മകനായ ഡാനീസിന് 17 വയസ്സ് മാത്രം. മകളുടെ വിദ്യാഭ്യാസം കഴിഞ്ഞതിനു ശേഷം മറ്റൊരാളെ വിവാഹം കഴിച്ച് വേറൊരു സ്ഥലത്ത് താമസിക്കാൻ തുടങ്ങി. അടുത്ത ഭാഗത്ത് തബസ്സും ഖാനും മകനായ ഡാനീസും ഒറ്റയ്ക്കാണ് ആ വീട്ടിൽ താമസിക്കുന്നത്. ഇങ്ങനെ പോകുന്ന സമയത്ത് 2009 നവംബർ മാസം 25 രാവിലെ 8 മണിയോടുകൂടി ഡാനീസ് വളരെ ക്രൂരമായ ഒരു സംഭവം തന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു. തന്റെ അമ്മ അവർ കിടന്നിരുന്ന കട്ടിൽ തന്നെ കത്തി കൊണ്ടുള്ള കുത്തേറ്റ് രക്തമാർന്ന് വളരെ ക്രൂരമായ അവസ്ഥയിൽ മരിച്ചു കിടക്കുന്നത് കണ്ട് ഭയന്നുപോയവൻ ഉടൻ തന്നെ ആ നാട്ടിലെ എമർജൻസി നമ്പറായ 911 വിളിച്ച് നടന്ന കാര്യം അറിയിച്ചു. അല്പസമയത്തിൽ തന്നെ പോലീസും ആ വീട്ടിലെത്തി മുഴുവൻ പരിശോധിക്കാൻ തുടങ്ങി. ഈ സമയത്ത് ഡാനീസിന്റെ അമ്മയുടെ മുഖത്ത് തുണി കൊണ്ട് മറച്ചിരിക്കുന്നതും ശരീരം മുഴുവനും രക്തമായിരിക്കുന്നതും പോലീസ് കണ്ടു. ഒരു കാൽ മടക്കി വെച്ചിരിക്കുകയായിരുന്നു, മറ്റൊരു കാൽ നീട്ടിയിട്ടിരിക്കുന്നുണ്ട്. കൊലപാതകിയിൽ നിന്നും രക്ഷപ്പെടാൻ അവർ ഒരുപാട് ശ്രമിച്ചിട്ടുള്ളത് പോലെ തോന്നി. അതിന് മറ്റൊരു കാരണമുണ്ടായിരുന്നു. അവരുടെ കയ്യിൽ കത്തി കൊണ്ടുള്ള ഒരു മുറിവുണ്ടായിരുന്നു. ഉടൻ തന്നെ സംഭവ സ്ഥലത്തേക്ക് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് വരികയും അവിടെ മുഴുവൻ പരിശോധിക്കാൻ തുടങ്ങി. അവരുടെ ശരീരത്തിൽ 48 തവണയോളം കത്തി കൊണ്ടുള്ള കുത്തേറ്റിട്ടുണ്ട്. അവരുടെ കാലിൽ കൊലയാളിയുടെ ഒരു ഫിംഗർ പ്രിന്റും കിട്ടി. തുടർന്ന് ആ വീട് മുഴുവനും പരിശോധിക്കുന്ന സമയത്ത് കൊലപാതകി അവരെ കൊന്നതിന് ശേഷം ആ വീടിന്റെ കബോർഡ് മുഴുവൻ പരിശോധിച്ചിട്ടുണ്ട്. ചില വസ്തുക്കൾ എടുത്തിട്ടും പോയിട്ടുമുണ്ട്. അതിന്റെ കൂടെ അവൻ നടന്നുപോയ കാൽപാദവും കണ്ടു. മറുവശത്ത് കതകിനടുത്ത് രക്തക്കറയുള്ള ഒരു കൈരേഖയും കിട്ടി. അടുത്ത ഘട്ടമായി പോലീസ് അധികാരികൾ ആ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അയച്ചു. അവരുടെ മൂത്ത മകൾക്ക് വിവരമറിയിക്കുകയും ചെയ്തു. സംഭവസ്ഥലത്തേക്ക് വന്ന അവർക്ക് ഇതൊന്നും വിശ്വസിക്കാനേ സാധിച്ചില്ല. അവരോടും ഡാനീസിനോടും പോലീസ് ചോദിക്കുന്ന സമയത്ത് ഞങ്ങൾക്കങ്ങനെ ശത്രുക്കൾ ആരും തന്നെ ഇല്ല, ഈ കൊലപാതകം ചെയ്തത് ആരാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്നും പറഞ്ഞു. ആ അമ്മയുടെ ശരീരം ആദ്യം കണ്ടത് ഡാനീസ് ആയതുകൊണ്ട് അവനിൽ നിന്ന് തന്നെ ആദ്യത്തെ അന്വേഷണം പോലീസ് ആരംഭിച്ചു. ആദ്യം ഡാനീസിനെ കുറിച്ച് അന്വേഷിക്കുന്ന സമയത്ത് അവൻ സ്കൂളിലെ ക്ലാസ് ലീഡറാണെന്നും സ്കൂളിൽ എല്ലാവർക്കും അവനെ അറിയാമെന്നും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു കുട്ടിയാണ് അവനെന്നും അറിയാൻ സാധിച്ചു. എല്ലാ അധ്യാപകരും അവനെക്കുറിച്ച് പറയുന്നത് അവനൊരു നല്ലൊരു പോലീസ് ഓഫീസർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് ഇവിടെ ഏതെങ്കിലും ആയിരിക്കും ജോലി ചെയ്യാൻ പോകുന്നത്. അതിനുള്ള എല്ലാ കഴിവുകളും അവന് ഉണ്ടെന്നും പറഞ്ഞു. ഞങ്ങളുടെ സ്കൂളിലെ ബെസ്റ്റ് സ്റ്റുഡൻ്റ് ആരെന്ന് ചോദിച്ചാൽ അത് അവനാണ് എന്ന് എല്ലാ അധ്യാപകരും അവനെക്കുറിച്ച് പുകഴ്ത്തി പറയാൻ തുടങ്ങി. നന്നായി പഠിക്കുന്നത് കൊണ്ട് തന്നെ കാർ, ക്രെഡിറ്റ് കാർഡ് എല്ലാം അവന്റെ അമ്മ അവന് കൊടുത്തു. ഈ ഒരു കേസ് ബ്രെയിൻ ഹാരിസ് എന്ന ഒരു ഡിറ്റക്റ്റീവാണ് അന്വേഷിക്കുന്നത്. അദ്ദേഹം അവനോട് ചോദിക്കുന്ന സമയത്ത് അവൻ പറഞ്ഞത്, ഞാൻ അന്നത്തെ ദിവസം രാത്രി, അതായത് തിങ്കളാഴ്ച ദിവസം രാത്രി എൻ്റെ ഗേൾ ഫ്രണ്ടുമായി നൈറ്റ് ഷോ സിനിമ കാണാൻ പോയി. രാവിലെ 4 മണിയോടുകൂടി അവളെ വീട്ടിലാക്കിയിട്ട് ഞാനും അവിടെ തന്നെ ഉറങ്ങി. ഏകദേശം ഒരു 4 മണിക്കൂർ കഴിഞ്ഞാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നത്. ഈ സമയത്ത് അമ്മ മരിച്ചു കിടക്കുന്നതായിരുന്നു കണ്ടത്. ഭയന്നുപോയ ഞാൻ ഉടൻ തന്നെ എമർജൻസി നമ്പറിലേക്ക് വിളിച്ചു കാര്യം പറഞ്ഞു. എന്നാൽ പോലീസ് അധികാരികൾ വിവരം അറിഞ്ഞ ഉടനെ വീട്ടിലെത്തി നോക്കിയപ്പോൾ ഡാനീസിന്റെ വസ്ത്രമെല്ലാം വളരെ വൃത്തിയായിരുന്നു. അവന്റെ ഷർട്ടിലായാലും പാൻറിലായാലും യാതൊരു രക്തക്കറ പോലും ഇല്ലായിരുന്നു. സ്വന്തം അമ്മയാണ് മരിച്ചത് എന്നുണ്ടെങ്കിൽ കൂടിയും അവരുടെ ശരീരം മുഴുവനും രക്തമായതുകൊണ്ട് അവൻ അടുത്തുപോലും പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവന്റെ ദേഹത്ത് രക്തത്തിന്റെ യാതൊരു പാടുമില്ലായിരുന്നു. എല്ലാം വൃത്തിയായിരുന്നത് കൊണ്ട് തന്നെ പോലീസുകാർക്ക് അവനോട് എന്തോ ഒരു സംശയം തോന്നി. ആ ഒരു പ്രായത്തിൽ അവനെ കാണാനായി ഒരു മോഡൽ അല്ലെങ്കിൽ ഒരു ആക്ടർ പോലെയാണ് തോന്നിയത്. അതേസമയം ഡാനീസിന്റെ ചേച്ചിയോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അവന് 8 മണി വരെയും പുറത്തു പോകാൻ അനുവാദമുണ്ട്. എന്നാൽ 8 മണിക്ക് ശേഷം അവൻ വീട്ടിലേക്ക് തിരികെ വരണം എന്നുള്ളതാണ് അമ്മയുടെ റൂൾ. 8 മണിക്ക് ശേഷം അവനെ വീട്ടിൽ നിന്നും പുറത്തേക്ക് അയക്കില്ല. ഇതിനു മുൻപ് ഇങ്ങനെ സിനിമ കാണാനൊന്നും പുറത്തു പോയിട്ടില്ല. ആഴ്ച സ്കൂൾ വർക്കിംഗ് ആയതുകൊണ്ട് തന്നെ അവൻ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു, എന്തുകൊണ്ട് സിനിമയ്ക്ക് പോയി, 4 മണിക്ക് ഗേൾ ഫ്രണ്ടിന്റെ വീട്ടിൽ വന്നതിന് ശേഷം പോലും സ്വന്തം വീട്ടിലേക്ക് വരാൻ ഇത്രയും താമസിച്ചത് എന്തുകൊണ്ടാണ്? ഇതൊക്കെ മനസ്സിലാക്കിയ പോലീസ് അവൻ എന്തോ ഒളിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായി. അതുകൊണ്ട് നേരിട്ട് തന്നെ അവനോട് ചെന്നിട്ട്, നീ നിന്റെ അമ്മയെ കൊന്നോ എന്ന് ചോദിച്ചു. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, അമ്മയ്ക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണ്, എനിക്കും അമ്മ ഇഷ്ടമാണ്, ഞാൻ അങ്ങനെ ചെയ്യുമോ? അതെൻ്റെ അമ്മയല്ലേ എന്നാണ് അവൻ പറഞ്ഞത്. ആ ചോദ്യം ചെയ്യൽ പോലും അവൻ വളരെ വ്യക്തമായി സ്മാർട്ടായി മറുപടി പറയുന്നുണ്ടെന്ന് പോലീസിന് മനസ്സിലായി. അവനെ സംശയിക്കാൻ
മറ്റൊരു കാരണം കൂടെ ഉണ്ടായിരുന്നു. മരണപ്പെട്ട അവൻ്റെ അമ്മയുടെ മുഖം മറച്ചിരുന്നു. അവൻ്റെ മനസ്സിൽ എന്തോ ഒരു കുറ്റബോധമുള്ളത് കൊണ്ട് അവൻ ആ മുഖം കാണാൻ ധൈര്യമില്ലാത്തത് കൊണ്ടാണ് അവൻ ആ മുഖം മറച്ചതെന്ന് പോലീസ് കണ്ടെത്തി. എന്നാൽ ഇവിടെയുള്ള വലിയ കുഴപ്പം എന്തെന്ന് ചോദിച്ചാൽ അവൻ്റെ ഷർട്ട് വളരെ വൃത്തിയായിരുന്നു. അവൻ്റെ അമ്മയുടെ കാലിൽ നിന്നും കണ്ടെത്തിയ ഫിംഗർ പ്രിൻറ്റും വീട്ടിലെ കഥയിൽ നിന്നും കിട്ടിയ ഫിംഗർ പ്രിൻറ്റും യാതൊന്നും അവനുമായി മാച്ചായില്ല. തുടർന്ന് പോലീസ്, നിനക്ക് സ്കൂൾ വർക്കിംഗ് ആയിരുന്നു, പിന്നെ എന്തുകൊണ്ട് നീ സിനിമയ്ക്ക് പോയി? എന്തുകൊണ്ട് രാവിലെ നീ ഇത്ര വൈകി എത്തിയെന്ന് ചോദിക്കുമ്പോൾ അവൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു മറുപടിയും വന്നില്ല. നിനക്ക് നിൻ്റെ അമ്മയോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അമ്മ വളരെ സ്ട്രിക്റ്റാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് അവരോട് ദേഷ്യമുണ്ട്, എങ്കിൽ പോലും കൊല്ലാനുള്ള ധൈര്യമൊന്നും എനിക്കില്ല, ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. ഇങ്ങനെയാണ് ഡാനീസ് പറഞ്ഞത്. എത്ര തന്നെ അവൻ വളരെ വ്യക്തമായി മറുപടി പറഞ്ഞാലും അവൻ എന്തോ ഒളിപ്പിക്കുന്നുണ്ട് എന്ന് മാത്രം പോലീസുകാർക്ക് മനസ്സിലായി. എന്നാൽ അവനെതിരെ യാതൊരു തെളിവുകളും ഇല്ലാത്തതുകൊണ്ട് അവനാണ് കുറ്റവാളിയെന്ന് ഒഫീഷ്യലായി അറിയിക്കാൻ പോലും പോലീസിന് സാധിച്ചില്ല. ഇങ്ങനെ ദിവസങ്ങൾ നീണ്ടുപോയി. ഡാനീസിൻ്റെ സഹോദരി പറഞ്ഞത് അവൻ തന്നെയായിരിക്കും എൻ്റെ അമ്മയെ കൊന്നത്. കാരണം അമ്മയുമായി ഇടയ്ക്കിടയ്ക്ക് അവന് പ്രശ്നമുണ്ടാകും. അമ്മ മരിക്കുന്നതിന് ഒരു ദിവസം മുൻപ് പോലും അവനുമായി പ്രശ്നമുണ്ടായതായി അമ്മ എന്നോട് പറഞ്ഞിരുന്നു. അതേസമയം അവൻ അമ്മയുടെ പണവും വീടും മാത്രമായിരുന്നു ആവശ്യം. അമ്മ വളരെ കർക്കശക്കാരിയായതുകൊണ്ട് തന്നെ അവന് സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയില്ല എന്നൊരു ദുഃഖം അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഈ ഒരു കാരണം കൊണ്ടാകാം അവൻ അമ്മയെ കൊന്നത് എന്ന് ഡാനിസിന്റെ സഹോദരി വീണ്ടും പോലീസുകാരോട് പറഞ്ഞു. ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലീസുകാർ കുറച്ചു ദിവസം കഴിഞ്ഞ് നൂർ മുഹമ്മദ് എന്ന കുട്ടിയെ മയക്കുമരുന്ന് കടത്തിയതിന്റെ പേരിൽ അവന്റെ സ്കൂളിൽ വെച്ച് തന്നെ അവനെ അറസ്റ്റ് ചെയ്തു. ഈ നൂർ മുഹമ്മദ് പഠിക്കുന്ന അതേ സ്കൂളിൽ തന്നെയാണ് ഡാനീസും പഠിക്കുന്നത്. മുഹമ്മദിനെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ താൻ തന്നെയാണ് മയക്കുമരുന്ന് കടത്തിയതെന്ന് അവൻ സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ പോലീസുകാർ അവനെ അറസ്റ്റ് ചെയ്ത് കാറിൽ കയറ്റുന്ന സമയത്ത് മറ്റൊരു സുഹൃത്തിനെ നോക്കി പോലീസ് എന്നെ അറസ്റ്റ് ചെയ്തു എന്ന് ഡാനീസിനോട് പറ എന്ന് അവൻ നിലവിളിച്ച് പറഞ്ഞുകൊണ്ടാണ് ആ കാറിനുള്ളിലേക്ക് കയറിയത്. ഈ ഒരു കാര്യം ഡാനീസിന്റെ അമ്മയുടെ കൊലപാതകം അന്വേഷിക്കുന്ന ബ്രെയിൻ ഹാരിസ് എന്ന ഉദ്യോഗസ്ഥനോട് ഈ പോലീസുകാരൻ പറഞ്ഞു. ഈ ബ്രെയിൻ ഹാരിസ് നൂർ മുഹമ്മദിനെ ഒറ്റയ്ക്ക് ചോദ്യം ചെയ്യാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് നിന്നെ അറസ്റ്റ് ചെയ്ത കാര്യം ഡാനീസിനോട് പറയണമെന്ന് നീ ആവശ്യപ്പെട്ടത്? ഇങ്ങനെ ചോദിക്കുമ്പോൾ അവന്റെ ഭാഗത്ത് യാതൊരു മറുപടിയും വന്നില്ല. അല്പസമയം കഴിഞ്ഞ് അവൻ എൻ്റെ സുഹൃത്താണ്, അതുകൊണ്ടാണ് എന്നെക്കുറിച്ച് അവനോട് പറയാനായി ഞാൻ ആവശ്യപ്പെട്ടത്, അതല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ പോലീസ് അവനെ നോക്കുന്ന സമയത്ത് മൈക്കൽ ജാക്സനെ പോലെ ഒരു കയ്യിൽ മാത്രം ഹാൻഡ് ഗ്ലൗസ് ധരിച്ചിരുന്നു. എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ധരിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് വെറുതെയാണെന്ന് അവൻ പറഞ്ഞു. ശരി, അങ്ങനെയാണെങ്കിൽ അതൊന്ന് മാറ്റി കാണിക്കാൻ ആവശ്യപ്പെട്ടു. അവനും അപ്പോൾ തന്നെ ആ ഗ്ലൗസ് മാറ്റി. ഈ സമയം അവൻ്റെ തള്ളവിരലിൽ ഒരു മുറിവുണ്ടായിരുന്നു. അതിന് തയ്യലിട്ടിരിക്കുന്നതായും ബ്രെയിൻ ഹാരിസ് ശ്രദ്ധിച്ചു. ഇത് കണ്ടതും ബ്രെയിൻ ഹാരിസിന് നൂർ മുഹമ്മദിനോട് എന്തോ ഒരു സംശയം തോന്നി. ഈ ഒരു മുറിവ് എങ്ങനെ ഉണ്ടായി എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ ചിക്കൻ ഉണ്ടാക്കാൻ മുറിക്കുന്ന സമയത്ത് കയ്യിൽ കൊണ്ടു, അങ്ങനെ എനിക്ക് തയ്യലിടേണ്ടി വന്നുവെന്നും അവൻ പറഞ്ഞു. എന്നാൽ ഇതേ കാര്യം ബ്രെയിൻ ഹാരിസിന് എങ്ങനെ തോന്നി എന്ന് ചോദിച്ചാൽ ഡാനീസിന്റെ അമ്മ മരിക്കുന്ന സമയത്ത് അവർ രക്ഷപ്പെടാനായി ഒരുപാട് ശ്രമിച്ചിരുന്നു. കൊലപാതകി അവർക്ക് നേരെ കത്തിക്കൊണ്ട് കുത്താനായി വരുന്ന സമയത്ത് കൈകൊണ്ട് അത് തടഞ്ഞിരുന്നു. ആ ഒരു ക്രൈം സീനായിരുന്നു പെട്ടെന്ന് ബ്രെയിൻ ഹാരിസിന്റെ ചിന്തയിലേക്ക് വന്നത്. എന്തു തന്നെയായാലും നൂർ മുഹമ്മദിന്റെ ഫിംഗർ പ്രിന്റ് പരിശോധിക്കാൻ തീരുമാനിച്ചു. ലാബിലേക്ക് പരിശോധിക്കുന്ന സമയത്താണ് അദ്ദേഹം വിചാരിച്ചതുപോലെ തന്നെ അവന്റെ ഫിംഗർ പ്രിന്റ് പെർഫെക്റ്റായി മാച്ചായി. പോലീസുകാർ വലിയ രീതിയിലൊന്നും ഈ കേസ് അന്വേഷണത്തിനുള്ളിലേക്ക് കടന്നുപോയിട്ടില്ല. എന്നാൽ അതിനു മുൻപ് തന്നെ കർമ്മ കൊലയാളിയെ പോലീസിന്റെ മുൻപിലേക്ക് എത്തിച്ചു. തുടർന്ന് അവനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുമ്പോഴാണ് ഡാനീസാണ് അവന്റെ അമ്മയെ കൊല്ലാനായി തന്നോട് ആവശ്യപ്പെട്ടതെന്നുള്ള സത്യം അവൻ തുറന്നു പറഞ്ഞു. ഇപ്പൊ പോലീസും ഡാനീസിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഈ സമയം അവൻ പറഞ്ഞത്, നൂർ പറയുന്നത് ഒന്നും തന്നെ സത്യമല്ല, എനിക്കും അവനും യാതൊരു ബന്ധവുമില്ല, ഞാൻ അങ്ങനെ കൊല്ലാനൊന്നും അവനോട് ആവശ്യപ്പെട്ടിട്ടില്ല. എന്നാൽ പോലീസുകാർ സ്കൂളിലെ CCTV ഫുട്ടേജ് പരിശോധിക്കുന്ന സമയത്ത് ഇവർ രണ്ടുപേരും ഇന്റർവെൽ ബ്രേക്ക് സമയത്ത് ഒരുമിച്ച് നടന്നു പോകുന്നതും സംസാരിക്കുന്നതുമെല്ലാം പതിഞ്ഞിരുന്നു. ഇവർ ഒരുമിച്ച് എന്തൊക്കെയോ പ്ലാൻ ചെയ്തതുപോലെയായിരുന്നു അവർക്ക് തോന്നിയത്. ഇപ്പോൾ പോലീസുകാർ നൂർ മുഹമ്മദിനോട് ചെന്നിട്ട് അടുത്ത് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു. ഒരു ദിവസം ഡാനീസ് എന്നോട് വന്നിട്ട് അവന്റെ കൊല്ലണമെന്നും അത് നിന്നെ കൊണ്ട് സാധിക്കുമോ എന്നും ഞാൻ $10,000 അമേരിക്കൻ നിനക്ക് നൽകാമെന്നും അവൻ പറഞ്ഞു. ഞാനും അതിന് സമ്മതിച്ചു. അഡ്വാൻസായി അവനൊരു $1,000 എനിക്ക് തന്നു. എപ്പോഴാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നീ എൻ്റെ അമ്മയെ കൊന്നതിന് ശേഷം കബോർഡിലെ പണമെല്ലാം മോഷ്ടിച്ചിട്ട് പോയതുപോലെ ഒരു സെറ്റപ്പ് അവിടെ ഉണ്ടാക്കണം. അതിനുശേഷം പോലീസുകാർ ചോദിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അത് ഒഴിവാക്കാമെന്നും അവൻ പറഞ്ഞു. അവരുടെ പദ്ധതി അനുസരിച്ച് തന്നെ നൂർ മുഹമ്മദ് അടുത്ത ദിവസം ഡാനീസിന്റെ വീട്ടിൽ വന്നു. വീടിനകത്തുണ്ടായിരുന്ന ഡാനീസ് അമ്മ ഉറങ്ങിയതിനു ശേഷം പതുക്കെ മുൻവശത്തെ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നു. ഈ സമയത്ത് നൂർ മുഹമ്മദിനോട്, ഞാൻ പറഞ്ഞതുപോലെ നീ എല്ലാം ചെയ്യണം, പണം കബോർഡിൽ തന്നെയുണ്ട്, കബോർഡ് എവിടെയാണെന്നുള്ള ഡയറക്ഷൻ കാണിച്ചു കൊടുത്തിട്ട് അവൻ അവിടെ നിന്നും ഇറങ്ങി തന്റെ കാറിനുള്ളിലേക്ക് ചെന്നിരുന്നു. കാറിലിരുന്നു കൊണ്ട് തന്നെ അകത്ത് നടക്കുന്ന സംഭവങ്ങളെല്ലാം ചിന്തിച്ച് ആസ്വദിച്ചു കൊണ്ടിരുന്നു. നൂർ മുഹമ്മദ് അകത്തേക്ക് കയറി ആ അമ്മ ഉറങ്ങുന്ന ബെഡ്റൂമിനുള്ളിലേക്ക് പോയി. എന്നിട്ട് ബെഡിന് മുകളിൽ കയറിയിരുന്ന്
അമ്മയുടെ വായ പൊത്തി കയ്യിലുണ്ടായിരുന്ന കത്തി എടുത്ത് മറ്റൊന്നും തന്നെ ചിന്തിക്കാതെ അങ്ങുമിങ്ങുമായി കുത്താൻ തുടങ്ങി. ഒരു ഘട്ടത്തിൽ നിന്നും അവനിൽ നിന്നും രക്ഷപ്പെടാൻ അമ്മ ഒരുപാട് ശ്രമിച്ചു. ആ കത്തി കൈകൊണ്ട് പിടിച്ചു. ആ സമയത്ത് അവരുടെ കയ്യിൽ മുറിവുണ്ടായി. വീണ്ടും അവനുമായി പിടിയും വലിയും നടത്തുന്ന സമയത്ത് അവന്റെ ഗ്ലൗസ് കീറുകയും തള്ളവിരലിൽ ഒരു മുറിവുണ്ടാവുകയും ചെയ്തു. ആ അമ്മ മരിക്കുന്നത് വരെ ഏകദേശം 48 തവണയോളം അവൻ വയറിലും നെഞ്ചിലുമായി കുത്തിക്കൊണ്ടേയിരുന്നു. ഇത് കഴിഞ്ഞ് ഗ്ലൗസ് കീറി തള്ളവിരലുണ്ടായ മുറിവോടുകൂടി അവൻ ആ കട്ടിൽ നിന്നും ഇറങ്ങി. ഈ സമയത്ത് അമ്മയുടെ കാലിൽ അവന്റെ കൈ അറിയാതെ വെച്ചു. ആ ഫിംഗർ പ്രിന്റാണ് പിന്നീടുള്ള കാലത്ത് പോലീസ് അധികാരികൾക്ക് വലിയൊരു തെളിവായി മാറിയത്. ആ അമ്മ മരിക്കുന്നതിന് മുൻപ് രക്ഷപ്പെടാൻ ഒരുപാട് ശ്രമിച്ചിരുന്നു, എന്നാൽ സാധിച്ചില്ല. എന്നാൽ മരിക്കുമ്പോൾ പോലും കൊലപാതകിയുടെ ഫിംഗർ പ്രിന്റ് തന്റെ ശരീരത്തിൽ ശേഖരിച്ചുകൊണ്ടാണ് ആ അമ്മ മരിച്ചത്. നൂർ മുഹമ്മദ് ആ രക്തം വാർന്നൊഴുകുന്ന കൈയോടുകൂടി തന്നെ ആ സ്ഥലത്ത് പണം തിരയാൻ തുടങ്ങി. പണം കിട്ടിയതിനു ശേഷം അവിടെ നിന്ന് മുൻവശത്തെ വാതിലിലേക്ക് വന്നു. ഈ സമയത്ത് മുൻവശത്തെ വാതിലിൽ അവൻ കയറി പിടിച്ചു. അവിടെയും ഒരു ഫിംഗർ പ്രിന്റ് പതിഞ്ഞു. എന്നിട്ട് ഡാനീസിനോട് കാര്യം പറഞ്ഞിട്ട് അവൻ അവിടെ നിന്നും രക്ഷപ്പെടുകയും ചെയ്തു. അടുത്ത ഭാഗത്ത് ഡാനീസ് ഒന്നും അറിയാത്തതുപോലെ വീടിനുള്ളിലേക്ക് വന്നു. 911 കോൾ ചെയ്യുകയും ഒരു നാടകം തന്നെ നടത്തുകയും ചെയ്തു. ഇത് കേട്ട പോലീസ് അധികാരികൾ ഡാനിസിനെ വീണ്ടും ചോദ്യം ചെയ്തു. എന്നാൽ അവൻ പറഞ്ഞത് നൂർ മുഹമ്മദ് തന്നെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി തന്റെ വീട് കവർച്ച നടത്തണമെന്ന് അവൻ ആവശ്യപ്പെട്ടു. ഞാനും ഭയന്നുകൊണ്ട് എൻ്റെ വീടിനുള്ളിലേക്ക് കടക്കാൻ അവനെ അനുവദിച്ചു. അവൻ മോഷ്ടിച്ചത് മാത്രമല്ലാതെ എൻ്റെ അമ്മയെ കൊല്ലുകയും ചെയ്തു എന്ന് പറഞ്ഞു. എന്നാൽ പോലീസ് ഈ സമയം അവനോട് ചോദിച്ചത്, നീ 911 കോൾ ചെയ്തല്ലോ, ആ സമയം അവനെക്കുറിച്ച് പറയാമായിരുന്നില്ലേ? നീ എന്തുകൊണ്ട് അവനെക്കുറിച്ച് ആ സമയം പറഞ്ഞില്ല എന്ന് ചോദിച്ചു. ഇതിന് അവൻ്റെ ഭാഗത്ത് യാതൊരു മറുപടിയും ഉണ്ടായില്ല. താൻ എന്തായാലും പിടിക്കപ്പെട്ടുവെന്ന് മനസ്സിലാക്കിയ ഡാനീസ്, ഞാൻ തന്നെയാണ് എൻ്റെ അമ്മയെ കൊല്ലാനായി പണം കൊടുത്തത്, അവനെ സെറ്റ് ചെയ്തതെന്ന് സമ്മതിച്ചു. എൻ്റെ അമ്മ മരിച്ചതിന് ശേഷം ഞാൻ വീടിനുള്ളിലേക്ക് കയറി. അമ്മയെ നോക്കിയപ്പോൾ യാതൊരു ചലനവുമില്ലായിരുന്നു. ഞാൻ അവരെ ഒന്ന് അനക്കി നോക്കി, യാതൊരു പ്രതികരണവുമില്ലായിരുന്നു. എനിക്ക് എന്തോ പോലെ തോന്നി. എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു. കാരണം അവരെൻ്റെ അമ്മയല്ലേ, എനിക്ക് നന്നായി അറിയാം. അവർ മരിച്ചു. അവരെ കൊല്ലാനായി ആവശ്യപ്പെട്ടത് താൻ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് വല്ലാത്തൊരു കുറ്റബോധം തോന്നി. കരഞ്ഞുകൊണ്ട് ഞാൻ 911 വിളിച്ച് ഇങ്ങനൊരു നാടകം നടത്തി. എങ്കിലും എൻ്റെ മനസ്സിനുള്ളിൽ എന്തോ ഒരു വേദന ഉണ്ടായിരുന്നുവെന്ന് പോലീസുകാരോട് പറഞ്ഞു. പോലീസും ഇവൾ വളരെ ബ്രില്യൻ്റായി അഭിനയിക്കുന്നു എന്നുള്ളത് കണ്ടെത്തുകയും അവർക്ക് രണ്ടുപേർക്കുമെതിരെയുള്ള തെളിവുകൾ ശേഖരിച്ച് കോടതിയിൽ ഹാജരാക്കി. അവസാനം കൊലപാതകം നടത്തിയതിന് നൂർ മുഹമ്മദിന് 40 വർഷത്തെ ജയിൽ ശിക്ഷയും ഈ ഒരു കൊലപാതകത്തിന് വളരെ പ്രധാനപ്പെട്ട കാരണമായിരുന്ന ഡാനീസിന് 50 വർഷത്തെ ജയിൽ ശിക്ഷയും കൊടുത്തു. അവനായിട്ടുള്ള പരോൾ 2035 മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നും അറിയിച്ചു. ഇപ്പോൾ ഈ ഒരു കേസിൽ തൻ്റെ അമ്മയെ കൊല്ലാനുള്ള കാരണം എന്താണെന്ന് അവനോട് കോടതിയിൽ ചോദിച്ച സമയത്ത് ഡാനീസ് പറഞ്ഞത്, എൻ്റെ അമ്മയോട് ഞാൻ ചെന്നിട്ട് എനിക്ക് 18 വയസ്സായി, ഇനി എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ നോക്കിക്കൊള്ളാം, നിങ്ങൾ എന്നെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല, എന്നോട് ഇത്രയ്ക്ക് സ്ട്രിക്റ്റായി നടക്കേണ്ട ആവശ്യമില്ല എന്നും ഞാൻ പറഞ്ഞു. പക്ഷെ അമ്മ അതൊന്നും കേട്ടതേയില്ല. എന്നെ അപ്പോഴും ഒരു ചെറിയ കുട്ടിയെ പോലെയാണ് കണ്ടത്. എപ്പോഴും എനിക്ക് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. അതേസമയം ഞാൻ ക്ലാസ്സിലെ ലീഡറാണ്. എൻ്റെ ക്ലാസ്സിലെ എല്ലാവർക്കും എന്നെ ഒരുപാട് ഇഷ്ടമാണ്. എന്നെ എല്ലാവർക്കും നന്നായി അറിയാം. ഞാനൊരു പോലീസുകാരനോ ഒരു ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റിലോ ജോലി ചെയ്യാൻ പോകുന്നത് എന്നാണ് എല്ലാവരും കരുതിയത്. എനിക്കും അത് തന്നെയാണ് ഇഷ്ടം. എന്നാൽ എൻ്റെ അമ്മ ഞാനൊരു ഡോക്ടറാകണം എന്നാണ് ആഗ്രഹിച്ചത്. നീ ഡോക്ടർ തന്നെ പഠിക്കണമെന്നും എന്നെ നിർബന്ധിക്കാൻ തുടങ്ങി. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഒരുപാട് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ആ ദേഷ്യത്തിലാണ് ഞാനിങ്ങനെ ചെയ്തത് എന്ന് അവൻ കോടതിയിൽ പറഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം ഒരു മീഡിയ അവന് ഇൻ്റർവ്യൂ നടത്തിയപ്പോൾ അവൻ ആ സമയം 23 വയസ്സ്. ഇൻ്റർവ്യൂവിൽ അവൻ പറഞ്ഞത്, ഞാൻ ചെയ്ത തെറ്റിൽ എനിക്ക് ഒരുപാട് ദുഃഖമുണ്ട്. ഞാൻ എൻ്റെ അമ്മയെ കൊല്ലാൻ പാടില്ലായിരുന്നു. എനിക്ക് കൊല്ലണമെന്നുള്ള യാതൊരു ചിന്തയും ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തുവെന്ന് എനിക്കറിയില്ല എന്നും അവൻ ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു. എന്നാൽ ഈ കേസ് അന്വേഷിച്ചു കൊണ്ടിരുന്ന ബ്രെയിൻ ഹാരിസ് പറഞ്ഞത്, അവൻ വളരെ സ്മാർട്ടായി തന്നെ അഭിനയിക്കുന്നുണ്ട്. ആ ജയിലിൽ അവനാണ് വളരെ സുന്ദരനും സ്മാർട്ടും എന്നാണ് അവൻ കരുതുന്നത്. അവനൊരു പാവമാണെന്ന് നമ്മളെല്ലാവരെയും കൊണ്ട് പറയിപ്പിക്കാനാണ് നമ്മളെല്ലാവരെയും അവൻ മാനിപ്പുലേറ്റ് ചെയ്യുന്നതെന്നും ബ്രെയിൻ ഹാരിസ് മീഡിയയോട് പറഞ്ഞു. കൗമാരപ്രായത്തിലുണ്ടാകുന്ന ഒരു ചെറിയ ദേഷ്യം അവൻ്റെ ജീവിതകാലം മുഴുവനും എത്ര വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ളതും മാതാപിതാക്കൾ ഉണ്ടാക്കുന്ന കർശന നിയന്ത്രണം മക്കളുടെ ജീവിതത്തെ എത്രമാത്രം ബാധിക്കുന്നു എന്നുള്ളതും ഈ ഒരു വീഡിയോയിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡാനീസിന്റെ പ്രവൃത്തിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതും കമന്റിൽ പറയുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള പോരായ്മകൾ കമന്റിൽ പറയുക. മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണാം.